ഞാൻ എൻ്റെ ഒരു ട്രാക്കിൽ നിന്ന് മാറി പോകുന്ന പോലെ ഉണ്ട് എനിക്ക് ആ പഴയൊരു മോട്ടിവേഷനൊക്കെ പോയി. ഇപ്പം ഞാൻ ആ ഒരു ഡിപ്പിലാണുള്ളത്. എനിക്ക് ഒന്നും ചെയ്യണ്ട, എനിക്ക് ഗിവ് അപ്പ് ചെയ്യാൻ തോന്നുന്നു. എനിക്കിന്ന് വീഡിയോ എടുക്കാനുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത്. ഇന്ന് ചലഞ്ച് ബ്രേക്ക് ചെയ്യേണ്ടതായിരുന്നു, പക്ഷെ ഞാനത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറല്ല. വളരെ അൺകംഫർട്ടബിൾ ആയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. എന്നാലും ഞാൻ എന്നെ പിടിച്ചിവിടെ എടുത്ത് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രോമിസ് കൊടുത്താണ്. ഒരു തവണയെങ്കിലും എനിക്ക് കൊടുത്ത പ്രോമിസ് കീപ്പ് ചെയ്യണം, ബ്രേക്ക് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പിന്നെയും എന്നെ പുഷ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നത്. സോ എനിക്കിനി ഒരുപാട് മെച്ചപ്പെടാനുണ്ട്. ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീങ് ഒരുപാട് ഗ്രോ ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ നാളെ എനിക്കൊരു റിഫ്ലക്റ്റിംഗ് ഡേ ആണ്. എൻ്റെ കൂടെ ഇരിക്കണം, എനിക്ക് പുതിയൊരു ഹാബിറ്റ് ട്രാക്കർ ഉണ്ടാക്കണം. അതുപോലെ തന്നെ എനിക്ക് എത്ര പ്രോഗ്രസ് ഇത്ര ദിവസത്തിൽ വന്നിട്ടുണ്ട്, ഇനി എന്തൊക്കെ ചെയ്യാനുണ്ട്, എൻ്റെ സെൽഫിൻ്റെ കൂടെ ഇരുന്ന് ഒരു റിഫ്ലക്ഷൻ ഡേ ആണ് നാളെ. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. ആ ഒരു പഴയ സ്പാർക്ക് തിരിച്ചു പിടിക്കണം. അതുപോലെ തന്നെ എനിക്ക് ഒരു മാറ്റം എൻ്റെ ലൈഫിൽ കൊണ്ടുവരണം. ഇത്ര കാലം ഹൈഡ് ചെയ്ത് ജീവിച്ചു, ഇത്ര കാലം ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്തു. ഇനി എനിക്ക് വയ്യ. എനിക്ക് ഇങ്ങനെ എൻ്റെ സെൽഫിൽ നിന്ന് എസ്കേപ്പ് ചെയ്ത് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഉണ്ടായിട്ടും പല കാര്യങ്ങളും ചെയ്യാതെ ലേസിനെസ്സിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാനിങ്ങനെ പിന്നിലായി പോകുന്നുണ്ട്. പലപ്പോഴും എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വല്ലാത്തൊരു അവസ്ഥയാണ്. ഇത്ര കാലം എൻ്റെ ലൈഫിൽ എനിക്കൊരു പ്രോപ്പറായിട്ടുള്ളൊരു റൂട്ടീൻ ഉണ്ടായിരുന്നില്ല, ഡിസിപ്ലിൻ ആയിട്ടല്ല മുന്നോട്ട് പോയത്. സോ എൻ്റെ ഹെൽത്ത് റെഡിയാക്കാനുണ്ട്, സ്കിൽസ് ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് ഗ്രോ ചെയ്യാനുണ്ട് ആസ് എ ഹ്യൂമൻ ബീങ്. കുറേ കൂടെ സ്നേഹത്തോടും ക്ഷമയോടൊക്കെ എന്നോടും ചുറ്റുമുള്ളവരോടൊക്കെ പെരുമാറാനും അതുപോലെ കുറേ മെച്ചപ്പെടാനുണ്ട് ഞാൻ. എനിക്ക് എൻ്റെ ഒരു സ്പാർക്ക് പോയ പോലെ, ഒരു ട്രാക്കിൽ നിന്ന് മാറി പോകുന്ന പോലെ ഉണ്ട്. എനിക്ക് ആ ആദ്യം തുടങ്ങിയപ്പോൾ ഉള്ള ആ ഒരു വിഷനിന്നൊക്കെ ഞാനിങ്ങനെ പോകുന്ന പോലെ ഉണ്ട്. ഒന്നും ചെയ്യാൻ തോന്നുന്നില്ല, ഭയങ്കര മടി വരുന്നു, ഇറിറ്റേഷൻ വരുന്നു. ഇങ്ങനെ പോയാൽ ശരിയാവില്ല. നമുക്ക് എന്നെ തന്നെ ഒന്ന് തിരിച്ചു പിടിക്കണം. ആ ഒരു സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉള്ള ഒരു അലീഷ ഉണ്ടല്ലോ, ആ ഒരു ധൈര്യം, ആ ഒരു കറേജ് ഒക്കെ എടുത്തിട്ട് ചെയ്യുന്ന ഒരു ഞാൻ, ആ ഒരു എന്നെ എനിക്ക് തിരിച്ചു പിടിക്കണം. ഇതിപ്പോൾ ഭയങ്കര പനിയൊക്കെ വന്നപ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായിപ്പോയി. പിന്നെ മഴക്കാലമാണ്, ഭയങ്കര തണുപ്പ്, പിന്നെ ഭയങ്കര അൺകംഫർട്ടബിൾ, പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ ഈ വർക്കൗട്ട് ചെയ്യാനും ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാനൊക്കെ കുറച്ച് മടി കാണിക്കുന്നുണ്ട്. ചില സമയത്ത് ഭയങ്കര ക്രേവിങ് വരുമ്പോൾ ഫുഡ് എടുത്ത് കഴിച്ചു പോകുന്നുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ പോർഷൻ ഫുഡ് എടുത്ത് കഴിക്കുന്നുണ്ട്. സോ എനിക്ക് കുറേ കാര്യങ്ങൾ റെഡിയാക്കാനുണ്ട്. എവിടേക്കോ എൻ്റെ ഒരു ട്രാക്ക് തെറ്റിപ്പോയി. എനിക്ക് റെഡി ആക്കണം. എന്താണെങ്കിലും ഞാൻ ഗിവ് അപ്പ് ചെയ്യാൻ പോകുന്നില്ല. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. ഇത്രയും അൺകംഫർട്ടബിൾ ആയിട്ട് പോലും രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് എന്നെ ആലോചിച്ചിട്ട്. പക്ഷേ എൻ്റെ ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ എന്തായാലും ഗിവ് അപ്പ് ചെയ്യാൻ പോകുന്നില്ല. സോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ പണിയെടുക്കണം. അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആവണം. നമ്മൾ എത്ര തവണ പഴയ പാറ്റേൺസിലേക്ക് പോയാലും തോറ്റുപോയാലും വീണ്ടും വീണ്ടും എണീക്കുക, മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക, നിങ്ങളെ തന്നെ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ അതാണ് ഇപ്പോൾ ചെയ്യുന്നത്. എത്ര തവണ വീണു പോയാലും എത്ര തവണ എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ പിന്നെ എണീക്കും. ഞാൻ എന്നെ തന്നെ ചൂസ് ചെയ്യും. കാരണം ഒരു തവണയെ ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കുള്ളൂ. ആ ഉള്ള സമയം എനിക്ക് ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കണം. ഞാൻ ഇഷ്ടപ്പെടുന്ന വർക്ക് എനിക്ക് ചെയ്യണം. അതുപോലെ എന്തെങ്കിലും എനിക്കിവിടെ എൻ്റെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടി ചെയ്യണം. നല്ലൊരു വ്യക്തിയായി എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ. അല്ലാതെ വെറുതെ ഹൈഡ് ചെയ്ത് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ജീവിച്ചിട്ടൊന്നും കാര്യമില്ലല്ലോ. സോ ഞാൻ എന്തായാലും ഗിവ് അപ്പ് ചെയ്യാൻ പോകുന്നില്ല. എവിടെയോ വെച്ച് അവിടെ സ്പാർക്ക് മിസ്സായിപ്പോയി. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ചലഞ്ച് ബ്രേക്ക് ചെയ്യാതെ എത്രയൊക്കെ അൺകംഫർട്ടബിൾ ആയിട്ടും റെസിസ്റ്റൻസ് വന്നിട്ടും ഇന്നത്തെ ഡേയും സക്സസ്ഫുൾ ആയിട്ട് തന്നെയാണ് എൻഡ് ചെയ്യുന്നത്. പറ്റുന്ന പോലെ ഒരുപാട് എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നത്. മറ്റു പല ആൾക്കാർക്കും ഭയങ്കര ഈസി ആയിരിക്കും. എനിക്ക് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഇതുവരെ കൺസിസ്റ്റൻസിയും ഡിസിപ്ലിൻ ഒന്നും ഉള്ള ആളല്ലാത്തത് കൊണ്ടും ഇപ്പോൾ പുതിയതായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടും കംഫോർട്ട് സോണിൽ നിന്ന് ഇറങ്ങിയോണ്ടും വളരെയധികം ചലഞ്ചിങ് ആണ് ഓരോ ടാസ്ക് ചെയ്യാനും ഓരോ കാര്യങ്ങൾ ചെയ്യാനും. പക്ഷേ ഞാൻ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് കൊടുത്ത പ്രോമിസാണ്, എന്തൊക്കെ വന്നു കഴിഞ്ഞാലും എന്നെ അൺകംഫർട്ടബിൾ ആക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. എൻ്റെ ഫിയേഴ്സ് ഫേസ് ചെയ്യും, ബ്രേക്ക് ചെയ്യും. എനിക്ക് ഈ വർഷം ഒരു ഡിഫറൻസ് കൊണ്ടുവരണം. ഈ വർഷം മുതൽ ഞാൻ എന്നെ ചൂസ് ചെയ്യും. എത്ര തവണ ഞാൻ വീണ് പോയാലും ഞാൻ വീണ്ടും എണീറ്റ് എന്നെ തന്നെ ചൂസ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. എനിക്കിഷ്ടമുള്ളൊരു ലൈഫ് ജീവിക്കാനുള്ളൊരു ധൈര്യം ഞാൻ കാണിക്കുന്നുള്ളത്. എൻ്റെ ഗ്രോത്ത് വളരെ സ്ലോ ആണ്. എനിക്ക് ഒരുപാട് മുന്നോട്ട് പോകാനുണ്ട്, ഒരുപാട് ഒരുപാട് വർക്ക് ചെയ്യാനുണ്ട്. പക്ഷെ എന്നാലും ഞാൻ പേഷ്യൻ്റായി എൻ്റെ സെൽഫിൽ വർക്ക് ചെയ്ത് ഞാൻ മുന്നോട്ട് പോകും. അതാണെങ്കിലും ഇന്നത്തെ ദിവസം
സക്സസ്ഫുൾ ആയിട്ടാണ് എൻഡ് ചെയ്യുന്നത്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈ സെൽഫ്. എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ബിലീവ് ഇൻ യുവർ സെൽഫ്, ലവ് യുവർ സെൽഫ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ലൈഫ് ജീവിക്കുക. എന്താണെങ്കിലും ഞാൻ എവിടേക്കോ എന്തൊക്കെയോ മിസ് ചെയ്യുന്നുണ്ട്, കുറച്ച് ഇറിറ്റേറ്റഡ് ആണ്. ഞാനൊരു ഹീലിംഗ് ജേണിയിലാണ്, എനിക്കറിയാം. ഇത് ഒരു നേരെയുള്ളൊരു ജേണി ഒന്നും അല്ല. നമ്മളിങ്ങനെ സ്പിൻ ചെയ്ത് ചില ദിവസം ഭയങ്കര ഓക്കെ ആയിരിക്കും, ചില ദിവസം ഓക്കെ അല്ല, ചില ദിവസം ഭയങ്കര ചലഞ്ചിങ് ആയിരിക്കും, ചിലപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും. ഇത് ലൈഫിൻ്റെ ഒരു പാർട്ടാണ്. എനിക്ക് എവിടെയോ വെച്ച് എൻ്റെ ഒരു സ്പാർക്കൊക്കെ മിസ്സായിട്ടുണ്ട്. ഭയങ്കര ഇറിറ്റേറ്റഡ് ആണ്, ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാലും ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ് ഓൺ മൈ സെൽഫ്. ഇനി തിരിച്ചു വരും, ഇതിനെക്കാട്ടി ഉഷാറായിട്ട് അടിപൊളിയായിട്ട് എനിക്ക് വരണം. എനിക്ക് ഈ വർഷം തീരുമ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ഒരു കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ള, കോൺഷ്യസ് ആയിട്ട് ജീവിക്കുന്ന അലീഷേനെ കാണണം. ഒരു നല്ല ഹ്യൂമൻ ബീങ് ആയിട്ട് മാറണം. അതാണ് എൻ്റെ ആഗ്രഹം. അതെന്തായാലും നടക്കും. സോ ഐ എം നോട്ട് ഗോയിങ് ടു ഗിവ് അപ്പ് ഓൺ മൈ സെൽഫ്. ഐ എം നോട്ട് റെഡി ടു ഗിവ് അപ്പ് ഓൺ മൈ സെൽഫ്. ഒരുപാട് കാലം ഇങ്ങനെ ഹൈഡ് ചെയ്ത് ജീവിച്ചു. ഇനി വയ്യ. സോ ഇന്നത്തെ ദിവസം ഞാൻ എൻഡ് ചെയ്യുവാണ്. എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്. ഐ ലവ് യു ഓൾ. താങ്ക് യു സോ മച്ച് ഫോർ യുവർ വാല്യുബിൾ സപ്പോർട്ട് ആൻഡ് ലവ്. അപ്പം ബൈ, നാളെ കാണാം.